മുന്നറിയിപ്പില്ലാതെ ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലും നിരവധി യാത്രക്കാർ കുടുങ്ങി. തിരുവനന്തപുരത്ത് 9 നെടുമ്പാശ്ശേരിയിൽ 8 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. രാജ്യത്തുടനീളം നിലനിൽക്കുന്ന വിമാന പ്രതിസന്ധി സംസ്ഥാനത്തെയും കാര്യമായി ഇന്നും ബാധിച്ചു. തിരുവനന്തപുരത്ത് മാത്രം ഇന്ന് 10 സർവീസുകളാണ് റദ്ദാക്കിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാന സർവീസുകൾ മുടങ്ങി. കൊച്ചിയിലേക്ക് എത്തേണ്ട 12 വിമാനങ്ങളും റദ്ദാക്കിയവയിൽ പെടുന്നു. കണ്ണൂരിൽ 2ഉം കരിപ്പൂരിൽ 1 സർവീസുമാണ് മുടങ്ങിയത്. വിനോദസഞ്ചാരികളും രോഗികളും ജോലി ആവശ്യത്തിനായി പോകുന്നവരുമടക്കം നിരവധി പേർ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. Go to hell. We are not concerned about the refund. ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ന് നാളെ ഇല്ല ഫ്ലൈറ്റ്. പ്രതിസന്ധിക്കിടെ വിമാന കമ്പനികൾ കൊള്ള നിരക്ക് ഈടാക്കുന്നതിനെതിരെ കേരള അസോസിയേഷൻ ഓഫ് ട്രാവൽ ഏജന്റ്സ് രംഗത്ത് വന്നു. കേന്ദ്ര വ്യോമയാന വകുപ്പാണ് പ്രവർത്തിക്കേണ്ടത്. മറ്റുള്ള വിമാന കമ്പനികൾക്ക് അഡീഷണൽ ഫ്ലൈറ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് അഡീഷണൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറയണം. തിങ്കളാഴ്ചയ്ക്ക് ശേഷം പുതിയ ടിക്കറ്റുകൾ നൽകുകയോ പണം മുഴുവൻ മടക്കി നൽകുകയോ ചെയ്യാം എന്നതാണ് കമ്പനി യാത്രക്കാർക്ക് നൽകുന്ന മറുപടി. അതേസമയം പ്രതിസന്ധി ഉള്ളപ്പോഴും ടിക്കറ്റ് ബുക്കിംഗ് തുടരുന്നത് യാത്രക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.